സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. പൗലോസ് ഇത് എഴുതുമ്പോഴേ നാം മനസ്സിലാക്കണം, ഇസ്രായേൽ മക്കളെ ദൈവം ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം അവരെ വാഗ്ദത്തത്തിന്റെ കനാൻ ദേശത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ദൈവത്തെ ശ്രദ്ധിച്ച്, ശരിക്കും ചരിത്രം പറയുന്നത് 2 ആഴ്ച അല്ലെങ്കിൽ 20 ദിവസം അല്ലെ 12 ദിവസം മതി നടന്നു പോകേണ്ട വഴിയിൽ വാഗ്ദത്തത്തിന്റെ ദേശം, പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത ദേശം എന്ന് പറഞ്ഞപ്പോൾ അവർ ചിന്തിച്ചു പെട്ടെന്ന് ദൈവം കൊണ്ടുപോകാം. പക്ഷെ ദൈവം അവരെ കൊണ്ടുപോയത് ചെങ്കടലിലൂടെ, എരിഹോ മതില്, കയ്പിന്റെ മാറ. എന്താന്ന് ചോദിച്ചാൽ വിശ്വാസത്തിന്റെ പരിശോധനകളായിരുന്നു. ദൈവത്തെ ശ്രദ്ധിച്ചാണ് കരങ്ങൾ ഉയർത്തിക്കണതാണ് നന്ദി പറഞ്ഞു. ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ വിചാരങ്ങൾ, നമ്മുടെ വഴികളല്ല ദൈവത്തിന്റെ വഴികൾ. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും കർത്താവ് മഹത്വം എടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഏതെങ്കിലും വിഷയങ്ങളിൽ ഒരു മറുപടി താമസിക്കുന്നുണ്ട്, ചിന്തിച്ചോ, അതൊരു പരിശോധനയാ. നന്ദി പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. അപ്പൊ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന്റെ കീഴിലായിരുന്നു. വേണം ഇങ്ങനെ പറയാം, അതിന് ദൈവാത്മാവിനിക്കുന്ന വെളിപ്പാട് ഇതാണ്. മരുഭൂമിയിൽ ആമേൻ മേഘത്തിന്റെ കീഴിൽ എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യത്തിനകത്താണ്. എയർ കണ്ടീഷൻ ചെയ്ത ദൈവം കൊണ്ടുവന്നു. മരുഭൂമി നമുക്കറിയാം, ആ ചൂടിനോ തണുപ്പിനോ ആർക്കും നടക്കാനോ അല്ലെങ്കിൽ വസിക്കാനോ പോകാനോ പറ്റത്തില്ല. ഏതാണ്ട് 40 വർഷക്കാലം. എന്താ കാരണം? പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിത്തോട്. നമുക്കറിയാം, മഴ, കോൾ ഇന്ന് പകലൊക്കെ ഉണ്ടായിരുന്നല്ലേ, ഉച്ചയ്ക്കൊക്കെ പെയ്തു. ഈ മൂടി നിൽക്കുന്ന സാന്നിധ്യത്തിന്റെ നടുവില് ഇവര് പോകുമ്പോൾ ദൈവത്തിന്റെ കരുതലിനകത്തായിരുന്നു. രാമേ പറഞ്ഞു, കർത്താവിനെ ശ്രദ്ധിച്ചാട്ടെ. അപ്പൊ ഈ പൗലോസ് കൊണ്ട് സമർത്ഥിക്കുന്നത് എങ്ങനെയാണ്? പഴയ നിയമത്തിനകത്തായിട്ടും ദൈവത്തിന്റെ കരുതലിനകത്തായിരുന്നു. ഇന്ന് ലോകത്താർക്കും ലഭിക്കാത്ത കരുതല് യേശുവുമായി ബന്ധമുള്ളവർക്ക് ദൈവത്തിന്റെ സംരക്ഷണമുണ്ട്. ദൈവത്തെ ശ്രദ്ധിച്ചാട്ടെ. മിസ്രൈം മുഴുവൻ മഴ പെയ്യുമ്പോൾ, കൽമഴ പെയ്യുമ്പോൾ അവിടെ ഒരു ഗോശൻ ദേശമുണ്ടായിരുന്നു. ദൈവത്തെ ശ്രദ്ധിച്ചാട്ടെ. ആ ഗോശൻ ദേശത്ത് ഇസ്രായേൽ മക്കൾ സുരക്ഷിതരായിരുന്നു. ഞാൻ നിങ്ങളോട് പറയാം, കോവിഡിന്റെ കാലഘട്ടങ്ങളിലും 2018 വെള്ളപ്പൊക്കങ്ങളിലും ഒരു പ്രശ്നവും അനുഭവിക്കാതെ ദൈവം കരുതിയ ഒരു കൂട്ടമുണ്ടായിരുന്നു. ദൈവത്തെ ശ്രദ്ധിച്ചാട്ടെ. അതാണ് 90 സങ്കീർത്തനം. ഒരു അനർത്ഥവും ഭവിക്കത്തില്ല, ഒരു ബാധയും കൂടാരത്തിനടുക്കുന്നത്. ഞാൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവസ്ഥാനം എനിക്ക് ഫീൽ ചെയ്ത് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു. ഇല്ലെങ്കിൽ നമുക്കൊന്നും പറ്റത്തില്ല. കർത്താവിനെ ഞാൻ നന്ദി പറയും, നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവിന്റെ നാമം ഞാൻ ഉയർത്തുകയാണ്. അപ്പൊ മേഘത്തിന്റെ കീഴിൽ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിലൂടെ അവരെ പോവുകയാണ്. വേണം എങ്ങനെ പറയാം, അവർക്കൊരു ഉടമ്പടിയുണ്ട്. ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക, നാം സേവിക്കുന്ന ദൈവം ഗാഡ് ഓഫ് കവനന്റ്. ദൈവത്തെ സ്തുതിച്ചേ. ഇന്ന് രാത്രി, കർത്താവേ, ഞാൻ നിന്റെ വഴിയിൽ ഇറങ്ങി പുറപ്പെട്ടല്ലോ, നീ എന്റെ ആവശ്യങ്ങളെല്ലാം അറിയുന്നല്ലോ. കർത്താവേ, ഞാൻ എന്തുമാത്രം പ്രാർത്ഥിക്കുന്നു, കർത്താവേ, ഞാൻ എന്തുമാത്രം ഉപവസിക്കുന്നു, കർത്താവേ, എന്റെ ജീവിതത്തിൽ ചില മറുപടികൾ കാണുന്നില്ലെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ഇങ്ങനൊന്ന് പറയണം, ഞാൻ നിന്റെ ഉടമ്പടി രക്തത്തിന്റെ മകനാ, ഞാൻ നിന്റെ ഉടമ്പടി രക്തത്തിന്റെ മകളാന്ന് പറയുമ്പോൾ നിനക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടും. ഒരിക്കലും ഈ ജനത്തിന്റെ വലിയ പ്രശ്നം കണ്ടപ്പോൾ ദൈവം വിചാരിച്ചു ഈ ജനത്തെ എല്ലാം കൊടുക്കാൻ പോകുന്നു. മോശേനെ ചെയ്ത് എന്താ അറിയോ? മോശ ഇടിവിൽ നിന്ന് പറഞ്ഞ ഒറ്റ വാക്ക, നീ അബ്രഹാമിനോട്, ഇസ്ഹാക്കിനോട്, യാക്കോബിനോട് ചെയ്ത ഉടമ്പടി ഓർക്കണമേ. ദൈവത്തെ ശ്രദ്ധിച്ചേ. അപ്പൊ യു ഹാവ് ടു റിമൈൻ ഹിം ദ കവനന്റ് in between you and God. ദൈവത്തെ ശ്രദ്ധിച്ചേ. ദൈവത്തോട് ഉടമ്പടി ഓർപ്പിക്കണം. അപ്പൊ ഇവർ ഉടമ്പടിക്കകത്ത, ഇവർക്ക് കുഴപ്പങ്ങളുണ്ട്. രാമയും പറഞ്ഞു, ഇവർ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, പ്രതികൂലങ്ങളുണ്ട്. ഇവരിടയ്ക്കിടയ്ക്ക് ദൈവസ്ഥാനത്ത് മാറിപ്പോകുന്നു. ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഇവർ വിടുവിച്ചത് ഇവർ മറന്നു പോകുന്നുണ്ട്. കർത്താവിനെ ശ്രദ്ധിച്ചേ. പക്ഷെ അപ്പോഴും ദൈവം ഇവരെ സൂക്ഷിക്കുന്നത് ഉടമ്പടി രക്തത്തിനകത്താ. കർത്താവിനെ സ്തുതിച്ചാട്ട്. ഇന്ന് രാത്രിയിലും യേശുവിന്റെ രക്തത്തിന്റെ ഉടമ്പടിക്കകത്ത നീയെങ്കിൽ ദൈവത്തിന്റെ കരുതൽ നിനക്കുണ്ട്. ലോകത്തിൽ ലഭിക്കാത്ത കരുതലുണ്ട്. ദൈവത്തിന്റെ ആത്മാവ്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ജസ്റ്റ് ഈ വാക്യങ്ങളൊന്നും എഴുതിയത് മാത്രമേ ഉള്ളൂ. ദൈവാത്മാവ് അന്തരാന്തരം തരുന്ന അറിയുമോ? പരിശുദ്ധാത്മാവ് പറയുന്ന കപ്പലിനകത്ത് പൗലോസും വലിയൊരു കൂട്ടമുണ്ടായിരുന്നു. കപ്പലിനകത്ത് കർത്താവിനെ മാറ്റപ്പെടുത്തുകയും, പക്ഷെ ആരോടും ദൈവം ഡീൽ ചെയ്യുന്നില്ല. പക്ഷെ അവരുടെ മുമ്പിൽ ഒരു കൊലയാളിയാണ്, അവരുടെ മുമ്പിൽ ഒരു മർഡറാണ്, അല്ലെ അവരുടെ മുമ്പിൽ ഒരു ക്രിമിനലാണ് പൗലോസ്. പക്ഷെ പൗലോസ് പറയാ, തലേ രാത്രി ദൈവത്തിന്റെ ദൂതൻ എന്റെ അടുക്കൽ വന്നു.
ദൈവത്തെ ഒന്ന് ശ്രദ്ധിച്ചേ. ഞാൻ പറയട്ടെ, മന്ത്രിമാർക്കും മറ്റ് പോലീസ് ഇൻസ്പെക്ടറും അവർക്കൊക്കെ എസ്കോർട്ട് ഉണ്ട്. പക്ഷെ ദൈവം, നീ ചിന്തിച്ചോ, പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ദൈവത്തിന്റെ കരുതൽ ഉണ്ടെന്ന് നീ അറിയുമ്പോൾ നിന്റെ ജീവിതം മാറാൻ തുടങ്ങും. കർത്താവിനെ ശ്രദ്ധിച്ചോട്ടെ. ഇപ്പൊ യോശുവയുടെ നേതൃത്വത്തിൽ, ഇപ്പൊ മോശയുടെ നേതൃത്വത്തിലാണ് അവർ പോകുന്നത്. മോശയുടെ കാലം കഴിഞ്ഞപ്പോൾ യോശുവയെ മുമ്പോട്ട് നയിക്കുമ്പോൾ യോശുവയ്ക്ക് ഹൃദയത്തിനകത്തൊരു സംശയം. ഒരാമേൻ പറഞ്ഞു. യോശുവയ്ക്ക് ഹൃദയത്തിനകത്തുള്ള സംശയം എന്താണെന്ന് ചോദിച്ചാൽ, ഇനി ദൈവത്തിന് പ്രായമായി കാണുമോ? മോശയോട് ഇരുന്ന പോലെ. പെട്ടെന്ന് ദൈവം പറഞ്ഞു, മോശയോട് ഇരുന്ന പോലെ ഞാൻ നിന്നോടുകൂടി ഇരിക്കും. ദൈവമക്കളെ, അത് പറയാൻ നമ്മുടെ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. കരം ഉയർത്തുന്ന ശ്രദ്ധിച്ച്, ഇന്നലെയും ഇന്നും എന്നേക്കും, യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോറെവർ ആർക്ക് പറയാൻ കഴിയും? ഇന്ന് ഉളവാകുന്ന ദൈവങ്ങളുണ്ട്, പണ്ടുണ്ടായിരുന്നവരുണ്ട്, ഇന്നില്ല. പക്ഷെ ഇന്നലെ നിന്റെ പാസ്റ്റിൽ നിന്നോട് കൂടെ ഇരുന്ന ദൈവം ഇന്ന് നിന്നോടുകൂടെ ഭാവിയിൽ നിന്നെ നടത്താമെന്ന് പറയുന്ന ഒരു ദൈവമുണ്ട്, നമ്മുടെ ദൈവം. യോശുവയുടെ ദൈവം പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. യോശുവയ്ക്ക് പിന്നെയും സംശയം. പക്ഷെ യോശുവ മുമ്പോട്ട് പോകുമ്പോൾ നോക്കുമ്പോൾ ഏതാണ്ട് തെങ്ങിനേക്കാൾ വലുപ്പമുള്ള ഒരു മനുഷ്യൻ നിൽക്കുന്നു. യോശുവ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എനിക്ക് ഇന്ന് ആത്മാവിൽ കാണാൻ എത്ര ദൂതന്മാരുടെ നിൽപ്പണമെന്നറിയോ? കർത്താവിനെ മാറ്റപ്പെടുത്തി. ഞാൻ ബലഹീനനാ, പക്ഷെ കർത്താവിന് ചെയ്തതുകൊണ്ട്. ഉച്ചയ്ക്കും താർത്ത് മഴ പെയ്യുന്ന സമയത്ത് ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇപ്പൊ എന്നോട് അമ്മാനും ചോദിച്ചു, എന്തിന് ഇടണമെന്ന് ചോദിച്ചു. അപ്പൊ കർത്താവ്, നിന്റെ മിനിസ്ട്രി എനിക്കറിയത്തില്ലെന്തോ, ഇവിടെ ദൂതന്മാർ നിൽപ്പുണ്ട്. ഒരാബിനോടൊക്കെ പറഞ്ഞു, നീ ആരാന്ന് ചോദിച്ചു. നീ ശത്രുപക്ഷമാണ്, ഞങ്ങളുടെ പക്ഷമാണ്. രാമൻ പറഞ്ഞു. പക്ഷെ ദൂതൻ പറഞ്ഞില്ല നിന്റെ പക്ഷമാണെന്ന്. യഹോവയുടെ പക്ഷക്കാരനായി ഞാൻ ഇറങ്ങി വന്നിരിക്കുക. ഇന്ന് പകൽ നമ്മുടെ പ്രാപ്തി കണ്ടല്ല, നമ്മുടെ ബലം കണ്ടല്ല, നമ്മുടെ ശക്തി കണ്ടല്ല, ഉടമ്പടിയിൽ ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. രാമൻ പറഞ്ഞു, പുത്തങ്കാവില് അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടല്ലേ, അവിടുന്ന് ഒരു പാസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് വന്നതല്ല ദൈവം. ഇത് ലോകത്തിന്റെ പദ്ധതി ആയതുകൊണ്ട്, സ്വർഗത്തിന്റെ പദ്ധതി ആയതുകൊണ്ട് ദൈവം ഇതിന്റെ നടുവിലുണ്ട്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പരിശുദ്ധാത്മ പറയുക, മുഖങ്ങളെ കർത്താവ് പൊട്ടിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തെ ശ്രദ്ധിച്ചോട്ടെ. രാമൻ പറഞ്ഞു, പിതാക്കന്മാർ മേഘത്തിന്റെ കീഴിൽ അതിന് മുമ്പോട്ട് പോകട്ടെ. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു. കടലിലൊക്കെ വിദേശങ്ങളിലൊക്കെ സ്നാനം നടക്കുന്നുണ്ട്. അതിന് വേണം സമുദ്രം എന്ന് വേണേൽ പറയാം. മേഘത്തിലൂടെ സ്നാനം, അതിന്റെ അർത്ഥം വല്ലതും ആർക്കെങ്കിലും അറിയാവോ? പരിശുദ്ധാത്മാവിലും തീയിലും. എല്ലാവരും ഉറക്കം പറഞ്ഞാട്ടെ. മേഘം റെപ്രസെന്റ് ചെയ്യുന്ന മുഴുവൻ വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മാവിനെയാണ് പ്രദാനം ചെയ്യുന്നത്. ദൈവത്തെ സ്തുതിച്ചോട്ടെ. ഒരു മേഘം ഉയരത്തിൽ നിന്ന് വന്ന് ഇറങ്ങി വന്ന് മോശയോട് സംസാരിക്കുന്ന പല പേഴ്സണൽ മക്കൾ കണ്ടിട്ടുണ്ട്. കർത്താവിനെ ശ്രദ്ധിച്ച് എല്ലാവരും ഉണ്ട് ഇവിടെ. രാമൻ പറഞ്ഞ് വചനത്തിന്റെ വാതിലുകളെ പരിശുദ്ധാത്മ തുറന്നുകൊണ്ടിരിക്കുക. ഓ, ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. ഓ, താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റെന്ന് പറഞ്ഞാൽ അതിന് വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം. പൗലോസ് പുതിയ നിയമത്തിൽ പറഞ്ഞ സ്നാനത്തിൽ കർത്താവിനോട് നാം അടക്കപ്പെടുക. കർത്താവിനെ സ്തുതിച്ച് അതിന് ശകലം പ്രാധാന്യത്തുള്ളതുകൊണ്ടും തൊട്ടുപോകും. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, ഒരു കാർമികൻ നിങ്ങളെ സ്നാനപ്പെടുത്തുമ്പോൾ, വിശ്വാസ സ്നാനം ചെയ്യുമ്പോൾ ആ വെള്ളത്തിനകത്ത് എന്തോ സംഭവിക്കുന്ന അറിയത്തില്ല. പക്ഷെ ശരിക്കും നിങ്ങൾ അടക്കം നടക്കുകയാണ്. കർത്താവിന്റെ മരണ പുനരുത്ഥാനത്തിൽ നിങ്ങൾ പങ്കാളികളാകുകയാണ്. കർത്താവിനെ സ്തുതിച്ച് യേശുവിന്റെ കഷ്ടപ്പാടിൽ നിങ്ങൾ പങ്കാളികളാകുകയാണ്. അവൻ എന്തെല്ലാം ചെയ്തു, നിങ്ങൾ പുതിയ സൃഷ്ടിയായിട്ട് വരികയാണ്. എന്ത് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, സമുദ്രത്തിലും മേഘത്തിലും എന്ന് പറഞ്ഞാൽ അതുവരെ അവരെ പിന്തുടരുന്ന ശത്രുവിന് ഒരാമീൻ പറഞ്ഞ് അവരെ ഫോളോ ചെയ്യാൻ കഴിയത്തില്ല. ആ ചെങ്കടൽ വരെ ഉള്ളൂ. അതിനകത്തൂടെ ഒരു ദൂത് തരാം. ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞു വീണ്ടും ദൈവം പറവോനെ അയച്ചതെന്തിനാന്ന് പറയാമോ? ഒരാമീൻ പറയാമോ? ദൈവത്തിന്റെ നാമം മഹത്വപ്പെടാനാ. പറവോനോട് പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, നിന്നിൽ എന്റെ ശക്തി കാണിക്കേണ്ടതിനും എന്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിന് ഞാൻ നിന്നെ നിർത്തിയിരിക്കുക. ഇന്ന് എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ചില മണ്ഡലങ്ങളിൽ നിന്ന് ചിലതൊക്കെ മാറുന്നില്ല എന്ന് ചിന്തിച്ചു. ദൈവത്തിന്റെ കരം വിഷയത്തിനകത്ത് ഇടപെടാമോ? നിങ്ങളുടെ പ്രശ്നങ്ങളെ ദൈവത്തിന്റെ കയ്യിൽ എന്ന് കൈമാറാൻ നിങ്ങൾ പഠിക്കുമോ അതുവരെ നിങ്ങൾ ജഡീകര. രാമൻ പറഞ്ഞു. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ഇന്നലെ ചർച്ചിലെടുത്തൊരു മെസ്സേജ് ആയിരുന്നു. ആ പഴയ നിയമത്തിലെ ലോത്തിന്റെ ദൂതന്മാർ സോദോം ഗോമോറ നശിപ്പിക്കാൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം, ഒരു ഹോമോസെക്ഷൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അവിടെ ദൂതന്മാരെ ഭോഗിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വരുമ്പോൾ ഈ ലോത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ലോത്തിന് അവിടെ പറ്റത്തില്ല. ദൈവം എനിക്ക് അന്നൊരു വെളിപ്പാടാ. ലോത്തിനെ അവരകത്തോട്ട് കയറ്റി കഥ കടച്ചിട്ട് അവര് ഡീൽ ചെയ്യുക. ദൈവത്തെ സ്തുതിച്ച്
ഇന്ന് നീ പ്രശ്നം കൈകാര്യം ചെയ്ത് നീ ക്ഷീണിക്കും. ആരോടോ പരിശുദ്ധം എന്ന് രാത്രി പറയുക, പ്രതികാരം യഹോവയ്ക്കുള്ളതാ. എത്ര പേര് ഏറ്റെടുക്കുന്ന എനിക്കറിയത്തില്ല. പ്രതികാരം യഹോവയ്ക്കുള്ളതാ. നീ ഡീല് ചെയ്ത് നീ ക്ഷീണിക്കും. ഇന്ന് കർത്താവിനോട് പറയാം, മോശെ നിനക്ക് വെള്ളം മാറ്റാൻ ഒക്കത്തില്ല. ഒരാമേൻ പറഞ്ഞ് നിന്റെ കൈ കൊണ്ട് നീക്കാൻ ഒക്കത്തില്ല. പക്ഷെ കിഴക്കൻ കാറ്റടിപ്പിക്കുന്ന ദൈവമായിരിക്കും. ഇന്ന് ഞാൻ പറയാം, ഇറ്റ് ഈസ് നോട്ട് ബൈ മൈ നോർ ബൈ പവർ ബട്ട് ബൈ മൈ സ്പിരിറ്റ്. ദൈവം ഇടപെടാനായി, നിന്റെ വിഷയത്തിനകത്ത് ദൈവം പ്രവർത്തിക്കാനായി നീ മാറ്റി വെക്കാമെങ്കിൽ അവിടെ ദൈവത്തിന്റെ മഹത്വം വിളിക്കും. നമ്മൾ ക്ഷീണിച്ചു പോകുന്നറിയോ? നമ്മൾ ചെങ്കടൽ പ്രവർത്തനം നോക്കുക. അവിടെ ദൂതൻ ഇടപെട്ടപ്പോൾ ചുറ്റി നിന്നവർക്ക് അന്ധത പഠിപ്പിച്ചു. ദൈവത്തെ സ്തുതിച്ച് ദൈവത്തിന്റെ കാര്യങ്ങളെ വിഷയങ്ങളെ കൊടുക്കണം. നമുക്ക് പരിമിതിയുണ്ട്, ദൈവത്തിന് പരിമിതിയില്ല. എനിക്ക് മഴയെ നിർത്താനൊക്കത്തില്ല, പക്ഷെ നിർത്താൻ കഴിവുള്ള ഒരുത്തനുണ്ട്. ദൈവത്തെ സ്തുതിച്ച് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യന്. ആമേൻ. കർത്താവിനെ സ്തുതിച്ചോട്ട് അവൻ പറഞ്ഞു 3 ആണ്ട് 6 മാസം മഴ പെയ്യത്തിനെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ വേദപുസ്തകം വ്യക്തമായി യാക്കോബിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കും, നമ്മുടെ കൂട്ടുള്ളവര്. പക്ഷെ നമ്മൾ പ്രവർത്തിക്കത്തില്ല, വിശ്വസിക്കുന്നവർ പ്രവർത്തിക്കും. രാമേ പറഞ്ഞോട്ടെ. ഇന്ന് ദൈവം നിന്റെ വിശ്വാസം ശോധന ചെയ്യുകയാണ്. ഏത് ഘട്ടങ്ങളിലും ഞാൻ ഇന്ന് വിളിച്ച് പറയാം, സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോഴല്ല ദൈവത്തിന്റെ ശക്തി അനുഭവിക്കുന്നത്. കർത്താവിനെ ശ്രദ്ധിച്ച് വചനം ശ്രദ്ധിക്കുന്നവർ ദൈവത്തെ ശ്രദ്ധിക്കുന്നു. സാഹചര്യങ്ങൾ അനുകൂലമായിരിക്കുമ്പോഴല്ല നീ ദൈവത്തിന്റെ ശക്തി കാണുന്നത്. സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോഴോ നിന്റെ ദൈവം പ്രവർത്തിക്കുന്നത് കാണുന്നത്. കർത്താവിനെ ശ്രദ്ധിച്ച്. അപ്പൊ യേശുവിന്റെ മരണ പുനരുദ്ധാനത്തിൽ നീ പങ്കാളിയാകുമെന്ന് പറഞ്ഞാൽ, യേശുവിനെ ഒരാൾ സ്വന്തം കർത്താവൻ രക്ഷിതമായിട്ട് സ്വീകരിച്ച് ജലത്തിൽ സ്നാനപ്പെട്ട് സഭയോട് ചേർന്ന് ദൈവപൈതലാകുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയാണ്. നമ്മുടെ കാണുമ്പോൾ മാറ്റങ്ങളൊന്നുമില്ല. എന്നെ ഇപ്പൊ നോക്കിയാൽ സാധാരണക്കാർ നോക്കുമ്പോൾ അവർക്ക് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷെ ആത്മമണ്ഡലത്തിൽ ചേഞ്ച് ഉണ്ട്. ദൈവത്തെ ശ്രദ്ധിച്ചേ. ആത്മമണ്ഡലത്തിൽ നിന്നെ കണ്ട് ഭയപ്പെടുകയാണ്. അതാ പൗലോസ് പറഞ്ഞ, ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എന്നെ ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രയും രചി. ദൈവത്തെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ അങ്ങനെ പറയണം. ഇനി ഞാനുണ്ടല്ലോ, ഞാൻ എന്ന വ്യക്തി മരിച്ചിരിക്കുക, ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തു എന്നിൽ, ക്രിസ്തുവ നിങ്ങളിൽ എന്നുള്ള വെളിപ്പാട് നിങ്ങൾക്ക് ഒരു സ്ഥലത്തോടെ നിങ്ങൾക്ക് ചെല്ലാവോ? ഒരാമീൻ ഉറക്കം പറഞ്ഞേ. ക്രിസ്തുവ നിങ്ങളുടെ ഉള്ളിൽ എന്നുള്ള വെളിപ്പാട് നിങ്ങൾക്ക് നടക്കാമോ? ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ടെന്നുള്ള വെളിപ്പാടിൽ നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാമോ? അത്ഭുതങ്ങൾ സംഭവിക്കും. ദൈവത്തെ ശ്രദ്ധിച്ചോട്ടെ. ഞാൻ ഒരിക്കലും ഓർക്കുന്നു, ഭവനത്തിലിരുന്ന് കർത്താവിനെ വർഷങ്ങൾക്ക് മുമ്പ് ഞാന് ഒരു 40 ദിവസം ഉപവാസത്തിലിരിക്കുക. അന്ന് എനിക്ക് പത്തനംതിട്ട ഷോപ്പുണ്ട്. ഞാന് അന്ന് വെള്ളം മാത്രം, വെള്ളവും ചായയും സത്യത്തിൽ ഞാൻ ഒത്തിരി അങ്ങ് ക്ഷീണിച്ചു കേട്ടു. കാരണം എന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയിലിരിക്കാം. ഇന്നാണ് ഉപവസിച്ചിരുന്നാൽ ഇപ്പൊ കുറുസിനാണ് ഞാൻ ഉപവസിച്ചു. പ്രാർത്ഥനയിലിരിക്കാൻ പറ്റും, അത് പ്രാർത്ഥന ഇരിക്കുന്നില്ല. പറ്റും, രാവിലെയും രാത്രിയും ദിവസം ഇരിക്കും, പിന്നെ പോവും. ഇങ്ങനെല്ലാം കഴിഞ്ഞ ഒരു ദിവസം വരുമ്പോൾ ഞാൻ താമസിക്കുന്നതിന് മുമ്പിൽ കടയുണ്ട്. അപ്പൊ അവിടെ ഒരു ആളിനെയും കൊണ്ട് ഒരാൾ കയറി വന്ന് പറഞ്ഞു, ഇന്ന ആളുണ്ടോ വിളിച്ച്. ഞാനങ്ങോട്ട് ഇറങ്ങി ചെല്ലുകയും എൻ്റെ മുമ്പിൽ നിന്ന് ആള് തെറിച്ച് ആ ഗേറ്റിൻ്റെ അപ്പുറത്ത് പോയി വീണു. പെട്ടെന്ന് ഒരു സന്ധ്യ ഭയങ്കര സമയം, ടോർച്ച് ലൈറ്റ് അടിച്ചിട്ട് അവർ നോക്കുക, വല്ലോ പുള്ളിയൊക്കെ അടിച്ചോണം. പുള്ളി എന്നോട് ചോദിച്ചു, എന്താ എന്നെ എടുത്ത് എറിഞ്ഞെന്ന് ചോദിച്ചു. എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ കർത്താവിൻ്റെ കൂടെ ഇരുന്നിട്ട് അങ്ങോട്ട് ഇറങ്ങിച്ചത്. ദൈവത്തെ സ്തുതിച്ച്. നിങ്ങൾക്ക് അറിയാവുന്നൊരു വ്യക്തിയെ പിന്നീട് ചോദിച്ചാൽ ഞാൻ ആളാണെന്നൊക്കെ പറയും. ഇവിടെ ഉള്ളവരാണ് നിങ്ങൾക്ക് അറിയാം. അദ്ദേഹം 8 വർഷം കൊണ്ട് ഗൾഫിൽ പോകാൻ ശ്രമിക്കുക. അന്ന് രാത്രിയിൽ താൻ വീണു, തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിറ്റേ ആഴ്ച സൗദിയിലേക്ക്, ഡ്രൈവറായിട്ട് സൗദിയിലേക്ക് പോകാൻ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കുടുംബമുണ്ട്. വാതിൽ ദൈവം തുറന്നു. പ്രധാനം ശ്രദ്ധിച്ചാട്ട് ഞാൻ ഒന്നും ചെയ്തില്ല. അവനെ ബന്ധിച്ചത് യേശു നിന്റെ ഉള്ളിലുണ്ടെന്നൊരു വെളിപ്പാടുണ്ടെങ്കിൽ, കർത്താവ് നിന്റെ മുമ്പിൽ ഉള്ളിലുണ്ടെന്ന വെളിപ്പാടുണ്ടെങ്കിൽ, യേശുവിന്റെ ഉള്ളിലുണ്ടെന്ന വെളിപ്പാടുണ്ടെങ്കിൽ നിന്റെ ജീവിതം മാറാൻ തുടങ്ങും. പിന്നെ ഞാനല്ല ഞാൻ നടന്നു പോകുമ്പോൾ ഞാനല്ല. ഇന്ന് ഷാജി പാസ്റ്റർ അല്ല ഇവിടെ നിൽക്കുന്നത്. എനിക്കറിയാം എൻ്റെ ഉള്ളിലുള്ള ദൈവ സാന്നിധ്യമുണ്ട്. ദൈവത്തെ സ്തുതിച്ച്. അപ്പൊ അങ്ങനെ സമുദ്രത്തിലും ഞാൻ മുമ്പോട്ട് പോവാം, ഒരു വെളിപ്പാടിലേക്ക് വരിക. സമുദ്രത്തിലും മേഘത്തിലും അവർ സ്നാനപ്പെട്ട് ആരോടാ ചേർന്നേ? നിങ്ങൾ ശ്രദ്ധിക്കണം, മോശയോടാ ചേർന്ന്. ശ്രദ്ധിച്ചോണം, മോശയോട് ചേർന്ന്. രാമി പറഞ്ഞു മോശയോട് ചേർന്ന് പറഞ്ഞാൽ അറിയാം, പഴയ നിയമത്തിൽ ഓൾഡ് കവനന്റിൽ അവര്. ദൈവത്തെ സ്തുതിച്ച്. പൗലോസിന്റെ ഭാഷയെ പറഞ്ഞാൽ ഓൾഡ് കവനന്റിന്റെ ഒരു പ്രശ്നമുണ്ട്. അവിടെ കേട്ടോണം. മോശയുടെ പുസ്തകം വായിക്കുമ്പോഴൊക്കെയും ഇന്ന് വരെ മൂടുപടം അവരുടെ ഹൃദയത്തിലിരിക്കുന്നു. യേശുവിലേക്ക് തിരിയുമ്പോൾ അവിടെ പ്രകാശം വരിക. രാമി പറഞ്ഞാട്ടെ. പഴയ നിയമത്തിൽ മോശ മുകളിൽ നിന്ന് 40 ദിവസം ഇരുന്നിട്ട് താഴെ വരുമ്പോൾ ഇസ്രായേൽ മക്കള് ഒരു തുണി എടുത്ത് കൊടുത്തിട്ട് പറയാം, നീ മുഖം മൂട്, നിന്റെ മുഖത്ത് ഞങ്ങൾക്ക് നോക്കാനൊക്കത്തില്ല. ആമേൻ പറഞ്ഞു. കാരണം ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ 40 ദിവസം ഇരുന്ന മനുഷ്യൻ താഴെ വന്നപ്പോൾ അവന്റെ മുഖത്ത് നോക്കാൻ കഴിയാത്ത തേജസ് ഉണ്ടായിരുന്നെങ്കിൽ, പൗലോസ് കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ എഴുതിയിരിക്കുക, അത് നീങ്ങിപ്പോകുന്നതായിരുന്നു.
അത് കുറച്ച് കഴിഞ്ഞപ്പോൾ മാറി. നമ്മൾ ഗൾഫിലൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് ഏസ് റൂമിലും അത്ര അങ്ങനെയൊക്കെ രീതി വരുമ്പോൾ നല്ല നിറമൊക്കെ വെച്ച ആള് കുറച്ച് കഴിഞ്ഞ് നമ്മുടെ നാടുകൊണ്ട് ശരിക്കും 2 ആഴ്ച കഴിയുമ്പോൾ സ്കിന്നിന്റെ എഫക്റ്റ് മാറും. മോശയുടെ മുഖത്തെ ആ പ്രസന്നത മാറി. പക്ഷെ നിങ്ങളുടെയും എൻ്റെ ഉള്ളിൽ, യേശു ഉള്ളിലുള്ള വ്യക്തിയുടെ ഉള്ളിൽ തേജസ്, ദൈവത്തിന്റെ തേജസ്, ഒരാമയും പറഞ്ഞാട്ട് അത് മാറിപ്പോകുന്നതല്ല, അത് നീങ്ങിപ്പോകുന്നതായിരുന്നു. അത് ശിക്ഷാവിധിയുടെ ശുശ്രൂഷയായിരുന്നു. ദൈവത്തെ ശ്രദ്ധിച്ച് കണ്ടില്ല ഇന്ന് ഗാസയിൽ നടക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ഹമാസിനെ തകർക്കുവാന്നാ പറയുന്നത്. ഏതാണ്ട് 64,000 21,000 കുഞ്ഞുങ്ങൾ ഒരു ലക്ഷ്യവും. പണ്ട് ചോരപ്പുഴ വീഴുന്ന സ്ഥലം തന്നെ, പഴയ നിയമം അതുപോലെ തന്നെ ആയിരുന്നു. ശൗൽ ആരുടെ കൊന്നു, ദാവീദ് ഇന്നും അത് തന്നെ, പുതുമയൊന്നുമില്ല. ദൈവത്തെ ശ്രദ്ധിച്ചാട്ട്. പക്ഷെ ലോക രാജ്യങ്ങൾക്ക് കൺഫ്യൂഷനായി. ഇതെന്തോ രാമൻ പറഞ്ഞു ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. കാരണം ഒരു സംഭവം നടന്നു. ഒരമ്മ രാമൻ പറഞ്ഞു, രാവിലെ നേരം വെളുക്കുന്നിടം വരെ ഒരു മനുഷ്യനുമായിട്ട് മല്ലിട്ടിട്ട് ചോദിച്ചു, ഉഷസാകുന്നു, ഞാൻ പോകട്ടെന്ന് പറഞ്ഞു. രാമൻ പറഞ്ഞു, ഇല്ല, ഞാൻ നിന്നെ വിടുകയില്ല. എന്താ വിടാത്തെ? നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ വിടത്തില്ല. അപ്പോഴൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നിന്റെ പേരെന്തോന്ന് ചോദിച്ചു. എന്റെ പേര് ജേക്കബ്. അപ്പന്റെ മുമ്പിൽ ജേക്കബ് എന്നാണോ പറഞ്ഞേ? യാക്കോബ് എന്നാണോ പറഞ്ഞേ? പേര് ചോദിച്ചു. ഇനി നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലിട്ടോണ്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നീതിയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഇസ്രായേൽ ദൈവത്തെ ഒന്ന് ശ്രമിച്ചാട്ടെ. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, പഴയ നിയമം, ആ പഴയ നിയമത്തിന് പരിമിതി ഉണ്ട്. അവര് ചേർന്നത് മോശയോടെന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ അവർ ആരോട് ചേർന്നു? പഴയ നിയമത്തിൽ. എന്നാൽ യേശു പറഞ്ഞു, ഞാൻ പുതിയ നിയമം. ദൈവത്തെ ശ്രദ്ധിച്ച്, പുതിയ നിയമത്തിലെ സ്നാനം മോശയോടല്ല ചേരുന്നത്, യേശുവിനോടാ ചേരുന്നത്. സ്നാനക്കുളത്തിൽ നിന്ന് പൊങ്ങുന്ന ഒരാൾ ധരിക്കുന്നത് ആരെയാണെന്നറിയാമോ? യേശുവിനെയാണ്. ഞാൻ വസ്ത്രം ധരിച്ചിരിക്കുന്നത്, നിങ്ങൾ വസ്ത്രം ധരിച്ചിരിക്കുന്ന പോലെ യേശുവിനെയാണ് ധരിച്ചിരിക്കുന്നത്.